പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. മാത്രവുമല്ല, ദേവരാജന്റെ ഭാവമാറ്റവും അഭിഷേകിനെ ഞെട്ടിച്ചു കളയുന്നു. ഇനി എന്ത് ചെയ്യും? ആ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവുകളാണല്ലോ സംഭവിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലക്സ് ആയിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമായി നടത്താൻ പറ്റുന്നില്ല. എന്തു ചെയ്യും? കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ദേവബാല അവിടേക്ക് വരുന്നത്. അഭിഷേക്, നീ എന്തൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതൊന്നും നടക്കുകയില്ല. ഞാനിപ്പോൾ പറയുന്നത് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ. ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് നിന്നാൽ നിനക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ആ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചില്ലെന്ന് വേണ്ട. എടി, നിന്നെ ഒന്നും ചുമക്കാൻ എനിക്കിനി വയ്യ. ആ കാര്യം ഞാൻ ഉറപ്പിച്ചതാ. അതിലും ഭേദം മരണം തന്നെയാണ്. ഞാൻ എന്തായാലും ഇനി നിന്നെ ചുമക്കാൻ തയ്യാറല്ല. എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ ഉണ്ട് എന്ന് പറയുകയാണ് അഭിഷേക്. ഓ, നിന്റെ തീരുമാനമൊക്കെ എനിക്കറിയാം. ആ ഇഷയെ, അവളെ നിനക്ക് വിവാഹം കഴിക്കണം അല്ലേ? അതെടി, അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ. ഇനിയും ഞാൻ ഒളിപ്പിച്ചു വയ്ക്കാൻ തയ്യാറല്ല. അവളുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞാ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതിനായി ഞാൻ എന്തും ചെയ്യും. നിന്നെ ഉപേക്ഷിക്കുകയും ഇഷയെ വിവാഹം കഴിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലെ ഏക ലക്ഷ്യം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. നിന്നെ കൊല്ലുന്നതിന് വരെ ഞാൻ തയ്യാറാകും. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ട് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ദേവബാല. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.